നമസ്കാരം, എല്ലാവർക്കും സിമ്മീസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്നത് കപ്പലണ്ടി മിഠായിയാണ്. ഇതെല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളതാണ്. എല്ലാവരും അവരുടെ ചെറുതിലെ കഴിക്കുന്നതും ഇപ്പോഴാണെങ്കിലും എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. ഏത് പ്രായത്തിലും നമുക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളൊരു മിഠായിയാണ് കപ്പലണ്ടി മിഠായി. ഇത് വീട്ടിൽ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ വളരെ ഈസിയാണ്. അവർ വളരെ നല്ല ഈസി ആയിട്ടുള്ള മെത്തേഡുകളാണ് ചെയ്യുന്നത്, എങ്ങനെയാണെന്ന് കാണിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റിയ രീതിയാണ്. വളരെ രുചികരമാണ്. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നത് നല്ല പരമ്പരാഗതമായ രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. പണ്ട് നമ്മൾ കഴിച്ച കുഞ്ഞിലേക്ക് നമ്മൾ കഴിച്ച് ശീലിച്ച അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഒപ്പം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് കപ്പലണ്ടി മിഠായിക്ക് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പച്ച കപ്പലണ്ടി 400 ഗ്രാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. കാരണം നമുക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ വറുത്ത കപ്പലണ്ടി കിട്ടാറുണ്ട്, തൊലി കളഞ്ഞ് കിട്ടാറുണ്ട്. പക്ഷെ അത് എടുക്കുമ്പോൾ ഉപ്പില്ലാത്ത കപ്പലണ്ടി വാങ്ങാൻ ശ്രദ്ധിക്കുക. നന്നായിട്ട് ഇങ്ങനെ പൊട്ടി തുടങ്ങുമ്പോൾ ഓഫ് ചെയ്യുക. എന്നിട്ട് ഒരു അല്പസമയം കൂടെ ഇളക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. തണുത്ത് കഴിയുമ്പോൾ ഒന്ന് തൊലിയെല്ലാം നന്നായിട്ട് നമുക്ക് പൊഴിച്ചെടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ കപ്പലണ്ടി നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഞാൻ വേറെ പാത്രത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് തണുക്കട്ടെ. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് തൊലി മാറ്റിയെടുക്കാം. ഇപ്പം കപ്പലണ്ടിയുടെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിരിക്കുകയാണ്. ഇപ്പം രണ്ടായിട്ട് ഇതുപോലെ പിളർന്നെടുക്കണം കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ ഒരു വുഡിൻ്റെ ബോർഡിൽ ഞാൻ അലുമിനിയം ഫോയിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ കട്ടിംഗ് ബോർഡ് ഉണ്ടെങ്കിൽ അതിൽ ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റീൽ പാത്രം ഉണ്ടെങ്കിൽ സ്റ്റീൽ പാത്രമാണെങ്കിൽ നെയ്യ് പുരട്ടി കൊടുത്താൽ മതി. അലുമിനിയം ഫോയിൽ ഇട്ടൊന്ന് കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പുറത്ത് നമുക്കൊരല്പം നെയ്യ് പുരട്ടി കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് ഇപ്പം പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമുക്ക് ഈ സമയം നമുക്ക് ശർക്കര പാനി തയ്യാറാക്കാം. പൊടിച്ച ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ പൊടിച്ചെടുക്കണ ശർക്കരയാണ്. എന്നിട്ട് 150 ഗ്രാം നമ്മൾ പൊടിച്ചെടുത്ത ശർക്കര അത് ഞാൻ ഈ പാനിലേക്ക് ഇടുകയാണ്. നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കണം. ഇത് 5 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കുകയാണ്. അതിൽ കൂടുതൽ വേണ്ട കേട്ടോ. നമുക്കിതിങ്ങനെ ഉരുകി ഒരുപാട് വെള്ളമായാലും അത്ര നന്നായിട്ട് നമുക്ക് ഈ പാവ് കാച്ചി എടുക്കാനായിട്ട് സാധിക്കത്തില്ല. ഇത് ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഞാൻ ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുകയാണ്. ഇതൊട്ടും കൂടുതലല്ല കേട്ടോ. നമ്മൾ ആ സ്റ്റിക്കി പരുവം കിട്ടണമെന്നുണ്ടെങ്കിൽ കപ്പലണ്ടി മിഠായി തയ്യാറാക്കുമ്പോൾ പഞ്ചസാര കൂടെ ചേർക്കണം. അതും ഈ അളവിൽ തന്നെ ചേർക്കണം. അപ്പോഴേ നല്ല കറക്റ്റായിട്ട് നമുക്ക് ഷേപ്പ് ചെയ്ത് നല്ല ഈസി ആയിട്ട് സെറ്റായിട്ട് കിട്ടുകയും ചെയ്യും. നല്ല ഭംഗിയായിട്ട് നമുക്ക് മുറിച്ചെടുക്കാൻ സാധിക്കും. നല്ല രുചികരമായ കപ്പലണ്ടി മിഠായി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ സാധിക്കും. പഞ്ചസാരയും ശർക്കരയും കൂടെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഒരല്പം വെള്ളത്തിലിട്ട് നോക്കുകയാണ്. ഇതാണ് ഇതിന്റെ പാകം. നല്ല കട്ടിയായിട്ട് തന്നെ വീഴണം. അതുവരെയും നമ്മൾ എടുത്താൽ ഒട്ടും അലിഞ്ഞും ചെറുതില്ല. കണ്ടില്ലേ, പുറത്തെടുത്താൽ കല്ല് പോലെ ഇരിക്കണം. അലിക്കാനേ പാടില്ല. ഈ രീതിയിലാണ് എടുക്കേണ്ടത്. പാവ് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ ഇപ്പൊ കണ്ടല്ലോ, വെള്ളത്തിൽ ഒട്ടും അലിയാതെയാണ് കിടക്കുന്നത്. അപ്പൊ ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പൊ ഞാനിപ്പോ ഇതിലേക്ക് നമ്മൾ ശർക്കര പാനിയിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ചേർക്കുകയാണ്. 3/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർക്കുകയാണ്. 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത് ചേർക്കുകയാണ്. ഒരു 3 ചുക്ക് പൊടിച്ചത് ചേർക്കുകയാണ്. നമ്മൾ പാവ് കറക്റ്റായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് വേണം ഏലക്കാപ്പൊടിയും അതുപോലെ തന്നെ ഏലക്ക പൊടിച്ചതും ജീരകവും ഇതൊക്കെ ചേർക്കാനായിട്ട്. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇപ്പൊ ചെയ്യുന്നത്. ഫ്ലെയിം ഓഫ് ചെയ്യാൻ പാടില്ല. ഒരല്പം ഉപ്പ് ചേർക്കുകയാണ്. ഞാൻ എപ്പോഴും പറയാണ്ട് സ്വീറ്റ്സിലൊക്കെ തന്നെ നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ്. നല്ല കറക്റ്റ് ആ ടേസ്റ്റ് കിട്ടണമെങ്കിൽ അല്പം ഉപ്പ് ചേർക്കണം. ഏത് സ്വീറ്റ്സിലാണെങ്കിലും അപ്പൊ നല്ല ടേസ്റ്റ് വരും. നമുക്ക് നമ്മൾ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്ന കപ്പലണ്ടി ഇതിലേക്ക് ചേർക്കാം. നല്ല കറക്റ്റ് പരുവത്തിൽ വന്നിരിക്കുകയാണ് നമ്മുടെ പാവ്. നിങ്ങൾ കണ്ടല്ലോ, ഈ ഒരു പരുവത്തിൽ വേണം ഇത് ചേർക്കാനായിട്ട്. അപ്പൊ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് നമ്മളെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ചൂടോടുകൂടി തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യരുത് കേട്ടോ. നമ്മളിത് പുരട്ടിക്കൊണ്ടിരിക്കുമ്പോഴേ നല്ല ഇത് ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ പുരട്ടിയെടുക്കണം. ഹൈ ഫ്ലെയിം വേണ്ട, മീഡിയം ഫ്ലെയിം മതി. അതുപോലെ തന്നെ അപ്പം അതിൽ വെച്ച് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കുക. പുരട്ടിയെടുത്തിട്ട് നമുക്ക് ആ ചൂടോടുകൂടി തന്നെ നമ്മൾ ഈ ഷീറ്റിലേക്ക് നിരത്തി കൊടുക്കണം. അപ്പം നമുക്കിതിലേക്ക് നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കാം.
ഞാനിപ്പോൾ ഈ ഒരു ഗ്ലാസ് എടുത്തിരിക്കുകയാണ്. ഇതിൽ ഞാൻ നെയ്യ് പുരട്ടി ഇട്ട് വേണം നമ്മൾ ഇത് വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് നിരത്തി നന്നായിട്ട് എടുക്കാനായിട്ട്, പരത്തി എടുക്കണം നല്ലപോലെ. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഗ്ലാസ് വെച്ചിട്ടാണ് നന്നായിട്ട് പരത്തി എടുക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് എല്ലായിടും ഒരുപോലെ നിരപ്പായിട്ട് പരത്തി എടുക്കണം. ഈ ചൂടോടുകൂടി തന്നെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല ഷേപ്പായിട്ട് വരും. ചൂട് മാറുന്നതിന് മുമ്പ് തന്നെ ഇത് നന്നായിട്ട് ഷേപ്പ് ചെയ്ത് വെക്കുക. സൈഡൊക്കെ ഈ ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നന്നായിട്ടൊരു പിച്ചാത്തിയോ അല്ലെങ്കിൽ നല്ല എന്തെങ്കിലും സ്പൂണോ കൊണ്ട് നന്നായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇപ്പം നന്നായിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ നിന്ന് ഒന്ന് തണുക്കട്ടെ. ഒരു 5 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇത് നമ്മൾ മുറിച്ച് വെക്കണം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മളൊന്ന് മുറിച്ച് വെക്കണം. അപ്പോഴേ നമുക്ക് തണുത്ത് കഴിയുമ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ഷേപ്പായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഒരു സമയമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മുറിച്ച് വെക്കാം. ഇതെല്ലാം ഒന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കാണാം. അത് വിട്ടിരുന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്ക് എടുക്കാം. കപ്പലണ്ടി മിഠായി എല്ലാം നന്നായിട്ട് തണുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഇങ്ങനെ അടർത്തി എടുക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് തണുത്ത് കഴിയുമ്പോൾ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് വളരെ ഈസിയാണ്. അപ്പോൾ നന്നായിട്ട് പീസായിട്ട് നമുക്ക് ഒടിച്ചെടുക്കാനും സാധിക്കും. അപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ പുറവശം കണ്ടു ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇവനും കണ്ടു ഇതുപോലെ നന്നായിട്ട് പീസായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓരോരോ പീസായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കപ്പലണ്ടി മിഠായി റെഡി ആയിട്ടുണ്ട്. നല്ല രുചികരമായ കപ്പലണ്ടി മിഠായിയാണ്. തീർച്ചയായിട്ടും ഇതെല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ കപ്പലണ്ടി മിഠായി റെഡി ആയിട്ടുണ്ട്. നല്ല രുചികരമായ കപ്പലണ്ടി മിഠായിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.